ഹരിനാരായണ. എല്ലാവർക്കും നമസ്കാരം. മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞ ധനുമാസ തിരുവാതിര ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അല്പം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഇനി കേൾക്കേണ്ട കാര്യത്തിലേക്ക് കടക്കാം. നാളെ 2026 ജനുവരി 3 ശനിയാഴ്ചയാണ് ധനുമാസം 19. നാളെയാണ് ഭക്തി നിർഭരമായ തിരുവാതിര ആഘോഷം. ആതിര വരും നേരം ഒരു പെണ്ണും ഉറങ്ങരുത് എന്നാണ് പഴമക്കാർ പറയുന്ന ചൊല്ല്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇതിന് 2 പ്രധാന അർത്ഥങ്ങളാണുള്ളത്. അതായത് നമ്മുടെ ദേവാദിദേവൻ പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ലോകത്തിന്റെ പിതാവായ മഹാദേവന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രകൃതി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് നാളെ. ശ്രീ പാർവതി ദേവി കഠിനമായ തപസ്സിലൂടെ പരമശിവനെ ഭർത്താവായി ലഭിച്ച പുണ്യ ദിവസം കൂടിയാണ് തിരുവാതിര. അതുകൊണ്ട് തന്നെയാണ് കന്യകമാർ നല്ല ഭർത്താവിനെ ലഭിക്കാനും സുമംഗലികൾ ഭർത്താവിന്റെ ദീർഘായുസിനും ദാമ്പത്യ ഐക്യത്തിനും വേണ്ടി വ്രതം നോൽക്കണമെന്ന് പറയുന്നതും. അപ്പോൾ ആ ഒരു ദിവസത്തിന്റെ മാഹാത്മ്യവും ഭൂമിയിൽ വിളയുന്നതായ കിഴങ്ങുവർഗ്ഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന എട്ടങ്ങാടി ചടങ്ങും നാളത്തെ ദിവസത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. പ്രകൃതിയെ തന്നെ നമ്മൾ ഭഗവാൻ ഈശ്വര സങ്കല്പത്തിൽ കാണുന്നു എന്നൊരു രീതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തവണ തിരുവാതിരയോടനുബന്ധിച്ച് ഭഗവാൻ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും കടാക്ഷം ഏറ്റവും കൂടുതൽ ലഭിക്കുവാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. 2026 ഗ്രഹനിലയും ഈ ഒരു പുണ്യ ദിവസവും കണക്കിലെടുക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭഗവാൻ മഹാദേവന്റെയും പാർവതി മാതാവിന്റെ അനുഗ്രഹം ധാരാളം വന്നു ചേരുന്ന ദിവസം കൂടിയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ രോഹിണി, മകയിരം, തിരുവാതിരയാണ്. അതായത് സ്വന്തം ജന്മനക്ഷത്ര ദിവസം കൂടിയത് ആയതിനാൽ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്കും അതിന് തൊട്ടു മുൻപുള്ള രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്കും ഈ ദിവസം, അതായത് നാളെ ഉള്ള ദിവസം അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് തടസ്സങ്ങളൊക്കെ മാറുന്നതിനും കാര്യവിജയം ഉണ്ടാകാനും മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായ വാർത്തകൾ ശ്രവിക്കുവാനും നിങ്ങൾ തിരുവാതിര വ്രതം എടുക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. പ്രത്യേകിച്ച് മകയിര നക്ഷത്രക്കാർക്ക് വലിയ ഒരു സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭമാകുന്നത്. ഇനി പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിമിത്തം ലഭിക്കുകയും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ആരംഭം കുറിക്കാൻ പോകുന്നത്. ആയില്യം, രേവതി ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള അപ്രതീക്ഷിത ധനലാഭങ്ങളോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കാനുള്ള യോഗമോ വന്നു ചേരുന്നു. ഈ തിരുവാതിര ദിവസം നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ഇരട്ടി ഫലം പുണ്യമായി വന്നു ചേരുന്നതാണ്. ഇനി അശ്വതി, ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായ സമയം കൂടിയാണ്. കൂടാതെ പുതിയ ചില അവസരങ്ങൾ കൂടി നിങ്ങളെ തേടിയെത്തുന്ന ദിവസവും നാളെ തുടങ്ങുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നക്ഷത്രക്കാർ മാത്രമല്ല എല്ലാവരും ഭക്തിയോടുകൂടി ഓം നമഃ ശിവായ എന്ന് ജീവിച്ച് വ്രതം എടുക്കേണ്ടതാണ്. ഏതൊരു ഭക്തനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട, വ്രതം നോൽക്കേണ്ടതായ ഒരു സമയമാണ് തിരുവാതിര ദിവസം. രാത്രി ഉറക്കം വിളച്ച് പാതിരാപ്പൂ ചൂടി ഭഗവാനെ ധ്യാനിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ദീർഘ സുമംഗലിയായി ജീവിക്കാനും സർവ്വവിധ പ്രയാസങ്ങളും മാറിയ ഒരു ദാമ്പത്യ ജീവിതമാണെങ്കിലും അല്ലാതെയുള്ള ജീവിതവും വന്നു ചേരുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃ ശിവായ.